ആഭ്യന്തരമന്ത്രിയെ കണ്ടതിന് ശേഷം പ്രവാട ചന്ദ്രശേഖർ പ്രതികരിക്കുകയാണ്. അതിൽ അദ്ദേഹത്തിന് കാലാഞ്ചി വന്നിട്ടുണ്ട്. ഇതിനെ ഇന്നലത്തെ സമൂഹം സംസാരിച്ചിരുന്നു. കർശന നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് കർശനമായിട്ട് നടപടി സ്വീകരിക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹത്തിന് നിർദ്ദേശം ഉണ്ടായിരുന്നു. അത് പ്രകാരം മുന്നോട്ട് പോകുന്നതാണ്. വലിയ വീഴ്ചയല്ലേ സംഭവിച്ചത്? കാരണം സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നുള്ളത് ഇന്നലെ ADGP തന്നെ പറയുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലായിരുന്നു. അത്രയും വലിയൊരു ആൾക്കൂട്ടം ഉണ്ടാകുമ്പോൾ 50 പോലീസുകാരെയാണ് അവിടെ വിന്യസിക്കേണ്ടത്. നിങ്ങൾക്ക് ഇതിന്റെ ED റെയ്ഡ് അവർ സ്വന്തമായിട്ട് ചെയ്തതാണ്. കേന്ദ്ര ഫലമായിട്ട് ഞങ്ങൾ നടക്കുമ്പോഴും അതിന് പോലീസ് മനസ്സിലായിട്ടുണ്ട്, ഇങ്ങനെ അറിവുണ്ട്. അപ്പോൾ പോലീസിന് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ആവശ്യമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ഈ റെയ്ഡ് കഴിഞ്ഞ് 8 മണിക്കൂർ ശേഷമാണ് റെയ്ഡ് കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴാണ്. അപ്പോൾ 8 മണിക്കൂർ പിന്നിടുന്നു. ഈ ആക്രമണം നടക്കുന്നത്. അതെ, പോലീസ് അതുകൊണ്ട് തന്നെയല്ലേ അവിടത്തേക്ക് 300ഓളം പോലീസ് ഡിപ്ലോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. ടോട്ടൽ അവിടത്തേക്ക് പല സ്ഥലങ്ങളായിട്ട് ഈ പറ്റുള്ള സ്ഥലങ്ങളിൽ 50ഓളം പോലീസുണ്ടായിരുന്നു. പോലീസ് മാറി നിൽക്കുന്നുണ്ടായിരുന്നു. ആ വാഹനങ്ങൾ ആക്രമിക്കുമ്പോൾ പോലീസ് രണ്ട് സൈഡിലേക്ക് അതിന്റെ തീർച്ചയായിട്ടും നോക്കാൻ പറ്റിട്ട് തീർച്ചയായിട്ടും ഇതിലെ ഈ സംഭവത്തിന് നമ്മൾ നോക്കാം. അതിലേക്ക് ആവശ്യമുള്ള നടപടി സ്വീകരിക്കുന്നത്. പോലീസ് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നലെ നമ്മൾ 8 പ്രതികൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ അറസ്റ്റ് ചെയ്യാൻ പോകുന്നതാണ്. പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ എല്ലാവരും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പോലീസ് 8 പേർ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി ആളുകൾ പെട്ടെന്ന് അറസ്റ്റ് ചെയ്യും. എന്താണ് ഇന്നലെ സംഭവിച്ചെന്നുള്ളത് അന്വേഷണമായിട്ട് പറയാം. തീർച്ചയായും നമ്മൾ എല്ലാ വിഷയത്തിലും കൂടെ ഞങ്ങൾ എന്ത് സംഭവം ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ വിശ്ലേഷിക്കും. അതിലുള്ള അനുഭവങ്ങൾ നമ്മൾ കേൾക്കും. മുന്നോട്ട് നമ്മുടെ കൂടുതൽ ഉന്നത ഉദ്യോഗസ്ഥരൊന്നും എത്തിയില്ല. ജൂനിയർ IPS ഉദ്യോഗസ്ഥരെ ഉണ്ടായിരുന്നു. അവരുടെ DCPമാരുടെ ചുമതല അവർ ചെയ്യുന്നതാണ്. അതിലേക്ക് അവരുടെ ചുമതല ആക്ച്വലി ചെയ്യേണ്ടത് ഇതിനകത്തിലേക്ക്. അല്ല, ഇതിന്റെ ഇപ്പോഴത്തെ അന്വേഷണം നന്നായി നടക്കുന്നുണ്ട്. അതിലെ പൂജിതമാക്കുന്നു മാത്രമല്ലേ. അതിന്റെ നമ്മളെ ഡീറ്റെയിൽസ് നമുക്ക് അന്വേഷണ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. സെക്യൂരിറ്റി ഡിപ്ലോയ്മെന്റ് കുറവില്ല എന്ന് തന്നെയാണ്. ഞങ്ങൾ വി ഹാവ് ഡിപ്ലോയ് മോർ ദാൻ 300 persons അവിടത്തേക്ക്. ആ സമയത്ത് ടോട്ടൽ ഇന്നലെ ഈ സംഭവത്തില് 300ഓളം പേര് ഡിപ്ലോയ്മെന്റ് ഉണ്ടായിരുന്നു. പിണറായി വിജയന്റെ വീട്ടിന് പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിന് മുന്നിൽ എത്ര പോലീസ് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിട്ടുണ്ട്? അതിന്റെ അങ്ങനെയല്ല. അതിന് വി ഹാവ് ഡിപ്ലോയ്ഡ് എനഫ് റിക്വയർമെന്റ് ഓഫ് പോലീസ് ഫോഴ്സ് ഉണ്ടായിരുന്നു. സംഭവിച്ചിട്ടുണ്ട്. വി ഹാവ് ടേക്കൻ കേസ് ആൻഡ് വി ആർ ഗോയിങ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഇറ്റ് പ്രോപ്പർലി ആൻഡ് അറസ്റ്റ് ഓൾ ദ പേഴ്സൺസ് ഹു ആർ റെസ്പോൺസിബിൾ. തീർച്ചയായിട്ടും ഇല്ല, ഞങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഇല്ല. താങ്ക് യു. എന്തായാലും ഈ സംഭവം അന്വേഷിക്കും. പോലീസിന് വീഴ്ചയുണ്ടായാൽ അതും പരിശോധിക്കും. നടപടി ഉണ്ടാകുമെന്ന് DGP പറയുകയാണ്. ആഭ്യന്തരമന്ത്രിയുടെ വീട്ടിലെത്തി കണ്ടതിന് ശേഷമാണ് ഈ വിശദീകരണം. ആഭ്യന്തരമന്ത്രി വിളിച്ചു വരുത്തുകയായിരുന്നു DGP അടക്കമുള്ള ഉദ്യോഗസ്ഥരെ. വലിയ ഒരു പ്രതിഷേധം ഉണ്ടായി. എന്തായാലും DGP ഇപ്പോൾ വിശദീകരിക്കുന്നത് ആവശ്യമുള്ള അത്ര തന്നെ പോലീസ് അവിടെ ഉണ്ടായിരുന്നു. ആ പ്രശ്നങ്ങൾ ആ അർത്ഥത്തിലല്ല കാണുന്നത് എന്ന് പറയുന്നു. കാരണം പോലീസ് ഉണ്ടായിരുന്നു. ആദ്യഘട്ടത്തിൽ അത് കേന്ദ്ര ഏജൻസിയാണ് അന്വേഷിക്കുന്നത്. അവരാണ് അവിടെ സുരക്ഷ ഒരുക്കിയിരുന്നത്. പക്ഷേ ഈ സംഭവം ഉണ്ടായപ്പോൾ അവിടേക്ക് പോലീസ് എത്തിയിരുന്നു. 300ഓളം പോലീസിനെ നിയോഗിച്ചിരുന്നു എന്ന്